നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എറണാകുളം മജിസ്ട്രേറ്റ് കോടതി വ്ലോഗർ സൂരജ് പാലക്കാരന് ജാമ്യം അനുവദിച്ചു. യുവനടിയെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ അറസ്റ്റിലായ സംഭവത്തിലാണ് സൂരജ് പാലക്കാരന് ജാമ്യം. ഇടപ്പള്ളി സ്വദേശി നൽകിയ പരാതിയിൽ പാലാരിവട്ടം പോലീസായിരുന്നു സൂരജിനെ അറസ്റ്റ് ചെയ്തത്. സമൂഹമാധ്യമങ്ങളിൽ ചിത്രം സഹിതം യുവതി അപമാനിച്ചെന്നായിരുന്നു എഫ്ഐആർ. അപകീർത്തികരമായ വീഡിയോ ആത്മാഭിമാനത്തെയും സ്ത്രീത്വത്തെയും അപമാനിക്കുന്നതാണെന്നായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത്. സമൂഹ മാധ്യമങ്ങളുടെ സ്ത്രീകളെ സ്ഥിരമായി അധിക്ഷേപിക്കുന്ന ആളാണ് സൂരജ് പാലക്കാരനെന്ന് പരാതിക്കാരി ആരോപിച്ചു. എന്നാൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ താൻ സമരം ചെയ്യുന്നതിന് പ്രതികാരമായാണ് അറസ്റ്റെന്നായിരുന്നു സൂരജിന്റെ പ്രതികരണം. സൂരജ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തികരവും ലൈംഗികവുമായ അധിക്ഷേപം നടത്തി തനിക്ക് മാനഹാനി ഉണ്ടാക്കിയെന്നാണ് യുവതിയുടെ പരാതി. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് മാധ്യമങ്ങളുടെ പ്രതി പരാതിക്കാരിയുടെ ചിത്രങ്ങളടക്കം പോസ്റ്റ് ചെയ്ത് മോശം പദപ്രയോഗങ്ങളും പരാമർശങ്ങളും നടത്തിയെന്നാണ് എഫ്ഐആർ. എന്നാൽ സൂരജ് പാലക്കാരനെ കസ്റ്റഡിയെടുത്ത സംഭവത്തിൽ പ്രതികരണമായി നടി റോഷ്ന ആന്റോയി രംഗത്ത് എത്തുകയും ചെയ്തിരുന്നു. യുവതിയുടെ പരാതിയിൽ നടപടിയെടുത്തെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം തന്റെ പേര് പരാമർശിക്കുക തന്നെ വേണമെന്ന് റോഷ്ന ആൻഡ്രോയ് ഫേസ്ബുക്കിൽ കുറിച്ചു. തന്റെ കുടുംബത്തെയോ തന്നെ വേദനിപ്പിക്കുന്നത് സഹിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നതെന്നുമാണ് റോഷ്ന പറഞ്ഞത്. തന്റെ നാവ് എവിടെയും ഒട്ടിയിട്ടില്ല, മറുപടി കൊടുക്കാൻ അറിയാഞ്ഞിട്ടുമല്ല. പക്ഷെ ഇതാണ് ശരിയായ രീതി, എന്തിനാണ് പിന്നെ നിയമവ്യവസ്ഥകളെന്നും റോഷ്ന വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുണ്ടായ തർക്കം ചർച്ചയാകുന്നതിനിടെ ഡ്രൈവർക്കെതിരെ വെളിപ്പെടുത്തലുമായി റോഷ്ന റോയ് വന്നത് ചർച്ചയായിരുന്നു. മേയർ ആര്യ രാജേന്ദ്രൻ നേരിട്ടതിന് സമാനമായ അനുഭവം മാസങ്ങൾക്ക് മുമ്പേ ഇതേ ഡ്രൈവറിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് അന്ന് അവർ പറഞ്ഞത്. ജോലി പുരോഗമിക്കുന്ന ദേശീയപാതയിൽ വെച്ച് അപകടകരമായ വിധം തന്റെ വാഹനത്തെ മറികടന്ന ഇയാൾ പിന്നീട് ബസ് റോഡിൽ നിർത്തി ഇറങ്ങി വന്ന് കേട്ടാൽ അറയ്ക്കുന്ന അശ്ലീല ഭാഷയിൽ ഭീഷണിപ്പെടുത്തുകയും തെറി പറയുകയും ചെയ്തെന്നുമാണ് റോഷ്ന പറഞ്ഞത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോയിലാണ് സൂരജ് പാലക്കാരൻ റോഷ്നയെ അധിക്ഷേപിച്ചത്. റോഷ്ന നൽകിയ പരാതിയിൽ പാലാരിവട്ടം പോലീസ് സൂരജിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സമാനമായ മറ്റൊരു കേസിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് സൂരജ് പാലക്കാരനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കൽ, പട്ടികജാതി പട്ടികവർഗ അതിക്രമം തുടങ്ങിയ നിയമങ്ങൾ പ്രകാരമായിരുന്നു സൂരജിനെതിരെ അന്ന് കേസെടുത്തത്. യുവതിയെ അധിക്ഷേപിക്കുകയും ജാതിയുമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ്. ക്രൈം വാരിക എഡിറ്റർ TP നന്ദകുമാറിനെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ മോശം പരാമർശം നടത്തിയ സംഭവത്തിലായിരുന്നു അന്നത്തെ നടപടി. കേസെടുത്തതിന് പിന്നാലെ സൂരജ് ഒളിവിൽ പോയി. ഇയാളുടെ വീട്ടിൽ ഉൾപ്പെടെ എത്തി പോലീസ് തെരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ഇതോടെ കോടതിയിൽ കീഴടങ്ങുകയുമായിരുന്നു. സൂരജിനെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ചില പ്രധാന പരാമർശങ്ങളും അന്ന് കോടതി നടത്തിയിരുന്നു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിൽ അപമാനകരമായ കാര്യങ്ങൾ പറയുന്നത് കുറ്റകരമാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു പൊതു ഇടമാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾ ഒരാൾക്ക് അപമാനകരമായി തോന്നുകയാണെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നും കോടതി അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.